എനിക്കങ്ങനെയാണോ? അടുപ്പിക്ക് പോയിട്ട് ഒരു ഉമ്മ കിട്ടാൻ ഞാൻ വേഴാമ്പലും മഴ കാത്തിക്കുന്ന പോലെ കണ്ണിലും മണ്ണെണ്ണ ഒഴിച്ച് കാത്തിക്കുക. ഉമ്മ വെച്ചാ കുട്ടികളുണ്ടാവുന്ന പറഞ്ഞ് നോൺട്രി വെച്ചേക്കുക. അതുകൊണ്ട് എനിക്കറിയാം നിങ്ങളുടെ വേദന. അതുകൊണ്ട് മാത്രം ഞാൻ പെട്ടിയും കിടക്കെടുത്ത് ഇങ്ങോട്ട് വന്ന്. അല്ലാതെ അവള് നിന്നെ തൊടാൻ സമ്മതിക്കായിട്ടല്ല. ഷാൻ പറഞ്ഞു കേട്ട് എന്നെ ട്രോളാൻ നിൽക്കാതെ ഐഡിയ വേണോ? അതിനല്ലേടാ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ്. ഒരു വിധത്തിൽ എന്റെ പെണ്ണൊന്നും അടുപ്പിക്കുന്നില്ല. ആ നേരം അപ്പോഴത്തെ ദേഷ്യത്തിൽ അടിച്ചും പോയി. ഇപ്പോഴാണെങ്കിൽ നോക്കുന്ന പോലില്ല. എന്തിന് അവരുടെ കിടത്ത മൂലം താഴെയുള്ള റൂമിലാണ് എന്നൊക്കെ ഇസുവിന്റെ വാക്ക് കേട്ട് എബി ഒരു ഫലൂട കിട്ടുവോ? അല്ല, കൂളായിട്ട് ഐഡിയ ആലോചിക്കാനായിരുന്നു. അതിനെന്നെ കലിപ്പ് വിടുന്ന്. നിങ്ങൾക്ക് ഇപ്പൊ എന്നാ വേണ്ടത്? ഇപ്പൊ അവരെ നിങ്ങളുടെ റൂമിലേക്ക് തന്നെ എത്തിക്കണം, അതല്ലേ? അതിനുവേണ്ടി നിങ്ങൾ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. നോമെല്ലാം സെറ്റാക്കിയിരിക്കും. ഇതെന്റെ കട്ടിലയും ആസനവും ആണ്. നിനക്കൊരു മാറ്റവും ഇല്ലല്ലോടി. ദേവി അവനെ ദയനീയമായി നോക്കി. എവിടെ ചെക്കൻ ആമ്പൊക്കെ വിട്ട് കൈ കഴുകാൻ പോയി. ഫുഡ് കഴിച്ച ക്ഷീണത്തിൽ എബി പിന്നീട് വൈകുന്നേരം വരെ ഉറങ്ങി തീർത്തു. യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നുകൊണ്ട് തന്നെ അവന്മാരും അവനെ ശല്യപ്പെടുത്താൻ പോയില്ല. ഈ സമയത്തിനിടയിൽ അവർ 5 പിടിപ്പത് പണി നോക്കിയിട്ടും പെൺപടകൾ ഒരു നടക്കും അടുത്തില്ല. അവസാനം കിച്ചണിൽ വെച്ച് അവർ തടഞ്ഞു നിർത്തി. നിക്ക്, ഞങ്ങൾ പറയുന്നത് കേൾക്ക് നിങ്ങൾ എന്ന് കിച്ചു പറയവേ അക്കോരെ മറികടന്ന് പോവാനൊരുങ്ങവേ ഹരി അവളെ തടഞ്ഞു. മുന്നോട്ട് പോകാൻ നിന്ന് അക്കു തിരികെ അവരുടെ അടുത്തേക്ക് തന്നെ നിന്നു. മുഖത്ത് നോക്കാതെ മറ്റെങ്ങോ അലസമായി മിഴികൾ പായിച്ച് നിൽക്കുന്നവളുമാരോടായി. മുഖത്തേക്ക് നോക്ക്. തെറ്റുപറ്റിപ്പോയി. അതിനിങ്ങനെ മിണ്ടാതിന്റെ കാര്യം എന്താ? നീ ചെയ്ത പ്രവൃത്തിക്ക് ആ നിമിഷത്തെ ദേഷ്യത്തിന് ഞാൻ പ്രവർത്തിച്ചു പോയി. കിച്ചുവിന്റെ വാക്കിൽ അക്കു, എന്റെ പ്രവൃത്തി മൂലം നിങ്ങൾ അടിച്ച് ഞാൻ ഒരു തെറ്റായി കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ അതെല്ലാം കേട്ട് സഹിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നും അക്കു പറഞ്ഞു കേൾക്ക് യേശു. ഞങ്ങൾക്കൊരു ജീവിതം ദാനം തന്ന രീതിയിലുള്ള വാക്കുകൾ തൊടുത്തു വിടുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന വേദന എത്രയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അർഹതയില്ലാത്ത ഇടത്തേക്കാൾ ഞങ്ങൾ കയറി വന്നത് പറയാതെ പറഞ്ഞില്ലേ എന്ന് കേട്ട് ഹരിയുടെ ഉള്ളം വേദന പടർന്നു. ആ നിമിഷം താൻ പറഞ്ഞ വാക്കുകൾ അവനിൽ കുറ്റബോധം ഉണർത്തി. സത്യത്തിൽ ഞങ്ങൾ ക്ഷമിക്കാൻ കഴിയാത്തുള്ള കാരണം നിങ്ങളുടെ വാക്കുകൾ മാത്രമാണ്. ശ്രീ പറഞ്ഞു നിർത്തി. കൺമുമ്പിൽ കാണരുതെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടുന്ന് മാറിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ദേഷ്യത്തിൽ നാം പറയുന്ന വാക്കുകൾ കേട്ടു നിൽക്കുന്നവർക്ക് എത്രത്തോളം വേദന നൽകുന്ന ഓർക്കുന്നത് നല്ലതാ. ശിവയുടെ വാക്കുകൾക്ക് ദേവി അവളെ ദയനീയമായി നോക്കി. പക്വതയില്ലാതെ കുഞ്ഞുകുട്ടികളുടെ പ്രവൃത്തികൾ ചെയ്യാൻ മാത്രം ബുദ്ധി വളർച്ച ഇല്ലാത്തവരല്ല ഞങ്ങൾ. അധ്വാനത്തിന്റെ മൂല്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വളർന്ന്. ഒരിക്കലും ഒരു സുഖലോലുപതിനും ഞങ്ങൾ മതി പറഞ്ഞിട്ടില്ല. ഇനിയോട്ട് ആഗ്രഹവും ഇല്ല. ലീവിന്റെ വാക്കുകൾ കേട്ട് ഷാനിന്റെ ഉള്ളം കുറ്റബോധത്താൽ നീറി. സോറി. ആ ഒരു 5 ഒരുപോലെ പറയവേ രാധികത്തേക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ ഇവിടുന്ന് മാറിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കായിരുന്നു. അക്കുവിന്റെ ദൃഢതയുള്ള വാക്കുകൾക്ക് കിച്ചൊരു വേള കുസൃതിയും പൊട്ടത്തനും നിറഞ്ഞ തന്റെ പെണ്ണിലേക്ക് നോക്കി നിന്നു. വാപോയ കോടാലി കണക്ക് പറയുന്നവളുടെ കൗരമാർന്ന വാക്കിൽ നിന്ന് തന്നെ ആൾക്ക് തന്റെ പ്രവൃത്തി എത്രത്തോളം വേദന നൽകിയിട്ടുണ്ടെന്ന് അവന് ബോധ്യമായിരുന്നു. പരസ്പരം ഒന്ന് നോക്കി അവർ പിന്തിരിഞ്ഞ് അവിടെ നിന്ന് നടന്നു. കിച്ചണിൽ നിന്ന് അവന്മാര് പോയതും അവളുമാര് മുഖാമുഖം നോക്കി. പറഞ്ഞതിലുള്ള കുറ്റബോധം അവർക്ക് വേണ്ടുവോളം ഉണ്ട്. പക്ഷെ അവരുടെ വാക്കുകൾ വീണ്ടും മനസ്സിൽ വരുമ്പോൾ എന്തോ അത്ര പെട്ടെന്ന് ക്ഷമിക്കാൻ കഴിയുന്നില്ല. ശ്രീയുടെ വാക്കിൽ ക്ഷമിക്കാൻ കഴിയില്ലെങ്കിലും ദേഷ്യോട്ട് അവരോടിട്ടില്ല താനും. പക്ഷെ ഈ ഒരു പിണക്കം നമുക്ക് ആവശ്യമായി പോയില്ലേ എന്ന് ലീവ് പറയുന്ന ടീച്ചു. അവരോട് ക്ഷമിച്ചു കഴിഞ്ഞൊന്ന് സോഫ്റ്റ് ആയ അവരോടൊപ്പം നമ്മൾ സ്വിറ്റ്സർലൻഡിലേക്ക് കെട്ടിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് വല്ലാതെ ആ കുറ്റബോധമുള്ള മുഖത്തേക്ക് നോക്കി മനസ്സിലേക്ക് തോന്നണ്ട. ഇതെല്ലാം നമ്മുടെ അടവാണെന്ന് അറിയുമ്പോൾ അവരുടെ കയ്യിൽ നിന്നെല്ലാം കൊട്ടയോടെ മേടിക്കേണ്ടി വരും. അത് ഓർക്കുമ്പോൾ ഒരു ചങ്കിടിപ്പാടി എന്ന് ശിവ അവരെല്ലാം നോക്കി ദയനീയമായി പറഞ്ഞു. അവരവളോട് യോജിച്ചു. അവരുടെ ട്രിപ്പ് ക്യാൻസൽ ആകുന്നവരെ നമ്മൾ ഒറ്റയ്ക്ക് നടക്കാൻ പാടില്ല. എങ്ങാനും അവരുടെ മുന്നിൽ പെട്ടുപോയാൽ അവർ ഏത് വിധനെയും പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കും. അതുകൊണ്ട് നമ്മുടെ കിടത്ത് നമ്മുടെ റൂമിൽ തന്നെ തുടരേണ്ടി വരും എന്നാക്കു കാര്യമായി ചിന്തിച്ച് പറഞ്ഞു. പിന്നീട് അവർ തകൃതിയായി രാത്രിക്കുള്ള ചപ്പാത്തിയും ചിക്കൻ കറിയും തയ്യാറാക്കുന്നതിലേക്ക് കടന്നു. ഹലോ പെങ്ങൾസ് എന്ന ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ മുറ്റത്തൊരുമായി എന്ന കണക്ക് ഹെഡ്സെറ്റും ചെവിയിൽ തിരികെ കുട്ടി ട്രൗസറും പനിയിട്ടുകൊണ്ട് ഇളിച്ചു നിൽക്കുകയാണ് എബി. ഇളിച്ചോണ്ട് നിൽക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവന്റെ മുഖത്ത് നവരസങ്ങൾ മാറി മറിയുന്നുണ്ടായിരുന്നു. അതിന് കാരണം കുറച്ചു മുമ്പേ പോത്തുപോലെ കിടന്നുറങ്ങിയവന്റെ പുറത്തിയിട്ട് ചവിട്ടിയതിന്റെ ഫലമായി ബെഡിൽ നിന്ന് ഉരുണ്ട് വീണ എബി മുഖമുയർത്തി നോക്കിയപ്പോൾ 5 കട്ടക്കലിപ്പിൽ നിൽക്കുന്ന കണ്ടവൻ. എന്നാടാ ഉറങ്ങാനും സമ്മതിക്കില്ല മനുഷ്യനെ. ഞങ്ങളുടെ ഉറക്കങ്ങളായിട്ട് നീ പോത്തുപോലെ ഇത്രയും നേരം ഉറങ്ങിയില്ലേ? അത് മതി. മനുഷ്യനിവിടെ മുള്ളിമേല നിൽക്കുന്നത്. മുള്ളിമേലാണെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കണം മിസ്റ്റർ, ഇല്ലെങ്കിൽ മുള്ളുത്തില്ലേ? നിങ്ങളുടെ ചവിട്ടുകൊണ്ട് എന്റെ സ്ത്രീധനക്കോലിന് വല്ലതും സംഭവിച്ച് ദാമ്പത്യ ജീവിതം തുടങ്ങി 1 മാസം പോലാത്തൊരു യുവകോമളുടെ ദാമ്പത്യ ജീവിതം ഒരു ചോദിച്ചുണ്ടാക്കി മാറ്റരുത്. മിക്കവാറും നിങ്ങളെ സെറ്റാക്കി ഞാൻ ഇവിടുന്ന് പോകുമ്പോ ഒരു കുപ്പി പിണ്ടതൈലും കൂടി മേടിക്കേണ്ടി വരും. ഓ, പിണ്ടതൈലാക്കണ്ട, എണ്ണ തുണി തന്നെ ആക്കാം. എന്തേ? എന്റെ പൊന്നോ വേണ്ട, ഉള്ളത് തന്നെ ധാരാളം. ഇതിപ്പോ എന്തുണ്ടാ ഇങ്ങനെ ചവിട്ടി വീഴ്ത്താൻ? എന്തുണ്ടാവാൻ? അവളുമാരോട് പഠിച്ച പണി 18 നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല. 5 ഒറ്റക്കിട്ട പോലെയാ അവരുടെ നിലപാട് എന്ന് ഹരി പറയുന്നതായിട്ട് ഷാം. അല്ലെങ്കിലും 5നും ഒന്നിച്ച് നിൽക്കുമ്പോ വല്ലാത്തൊരു ധൈര്യ. അത് ശരിയാ, അവർ ഒറ്റക്കിട്ട് അതൊരു നടപടിയാണെന്ന് തോന്നില്ല എന്ന് ഡേവി പറയവേ
അവരെ ഒന്ന് ഒറ്റക്ക് കിട്ടിയാ പോരെ, അത് ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ ഞാൻ ഒന്നുകൂടെ ഉറങ്ങിയാലോ, നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. 5 പേരുടെ രൂക്ഷമായ നോട്ടത്തിൽ അവന്റെ ഉറക്കം രാജ്യം കടന്നു. പിടിച്ചു പിടിയാറെ പൊക്കിയെടുത്തുകൊണ്ട് കിച്ചൺ വാതിൽക്കൽ നിർത്തിയ നവരസങ്ങളായിരുന്നു നേരത്തെ അവന്റെ മുഖത്ത് കണ്ട്. നാറികള് ഒന്നും ഉറങ്ങി എണീറ്റ് പല്ലൂരും തേക്കാൻ അനുവദിച്ചില്ല. അല്ലെങ്കിലും ആരെങ്കിലും പല്ലി വെച്ചിട്ടാണ് അവരെല്ലാം കഴിക്കുന്നത് എന്ന ആത്മയോടെയാണ് അവനവരെ വിളിച്ചുകൊണ്ട് നിന്ന്. ഹലോ, ഭയങ്കര പാചകത്തിലാണല്ലോ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ചവൻ അകത്തേക്ക് കടന്നു വന്നു. അവർ ചുറ്റുപാടും നോക്കുന്നുണ്ട്. ഉള്ളിൽ അപായമണി മുഴങ്ങി എബി. അത് പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഈ രുചിച്ചു നോക്കി വല്ല സഹായം വേണമെന്നാ. നന്നായിട്ട് രുചിച്ചു നോക്കി റിസൾട്ട് പറയും ഞാൻ എന്ന് പറഞ്ഞു വളവളാന്നുള്ള അവന്റെ സംസാരത്തിൽ എബി പെട്ടെന്ന് അവർ 5 പേരുടെ കൂട്ടായി മാറി. അവരോട് അടുത്തിടെ വഴിക്കൊണ്ട് രാത്രിയേക്കുള്ള ഭക്ഷണം അവന്റെ നേതൃത്വത്തിൽ എല്ലാവരും ഡൈനിങ് ടേബിളിൽ കൊണ്ടുവെക്കുന്നതാണ്. പടകൾ പല്ലിറുമ്പിലൂടെ നോക്കി നിന്ന്. കാരണം കുട്ടികൾക്ക് അസൂയ തെല്ലെന്നല്ലേ ഉള്ളത്. അവരെ അപ്പാട് അവോയ്ഡ് ചെയ്തുകൊണ്ട് അവനോട് മാത്രം കൂട്ടുകൂടുന്നുള്ള ചെറിയ കുശുമ്പ്. ചെക്കന്മാർക്ക് ഭക്ഷണം വിളമ്പി വെച്ച് പിന്നീട് പെൺപട എബി അവരുടെ ഏട്ടന്റെ സ്ഥാനം നൽകി അവനായി ഭക്ഷണം വിളമ്പി. ഭക്ഷണ ശേഷം അടുക്കളയെല്ലാം വൃത്തിയാക്കി ഹാളിലായി സ്ഥാനം പിടിച്ചിട്ടുള്ള ചെക്കന്മാരെ നോക്കാതെ പെൺപടകൾ അവരുടെ റൂമിലേക്ക് പ്രവേശിക്കാൻ നിൽക്കവേ പുറത്തായി കോളിംഗ് ബെൽ അടിക്കുന്ന കേട്ട് 5 പേരും സംശയത്തോടെ തിരിഞ്ഞു നോക്കി. കാര്യറിയാതെ ചെക്കന്മാരും എണീറ്റു. അതേസമയം തന്നെ കിച്ചണിൽ നിന്നെന്തോ തപ്പിത്തിരഞ്ഞതിന്റെ ഫലമായി ഒരു ബോൾ നിറയെ നട്ട്സ് എടുത്തുകൊണ്ട് എബി അങ്ങോട്ടേക്കായി കടന്നു വന്നു. ആരെ ഈ നേരത്ത് എന്ന് ഡേവി പറഞ്ഞ് അവരെ നോക്കിയതു നട്ട്സും കുറച്ചു കൊണ്ടുവന്ന് എബി. എല്ലാവരും മാറിന്നോളൂ, ഇതെന്റെയാ എന്ന് പറഞ്ഞ് അവരെല്ലാം തട്ടിമാറ്റി അവൻ കഥ കുറുന്നു പുഞ്ചിരിയോടെ. വെൽക്കം മോംസ് എന്ന് പറയവേ ആ 10 പേരുടെയും മിഴികൾ വാതിൽ കടന്നു വരുന്ന ആളിലേക്ക് തറഞ്ഞു നിന്നു. സീതാമ, യശോദാമ. അവരുടെ അതിരം മന്ത്രിച്ചു കഴിഞ്ഞതും ആൺപടകളുടെ മിഴികൾ എബിയിലേക്ക് നീണ്ടു. അകത്തേക്ക് കടന്നു വന്നവർ എബിയുടെ തലയിലായി തലോടി. നാ തല്ലുണി, നീ എപ്പോ വന്ന് ഇങ്ങോട്ട്? ഞാൻ രാവിലെ തന്നെ എത്തി സീതാമേ. അതുകൊണ്ട് പണ്ടത്തെ പോലെ ഞാൻ അങ്ങോട്ട് വരുന്ന സമയം നിൽക്കുന്ന പോലെ എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ എനിക്കൊരാഗ്രഹം. അതുകൊണ്ട് ആ പിടിച്ചു പിടിയാതെ 2 അമ്മമാരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇനി ഏതായാലും വന്ന സ്ഥിതിക്ക് 2-3 ദിവസം ഇവിടെ നിൽക്കുക, നമുക്ക് പൊളിക്കാം. അയ്യോ, അതൊന്നും സാധിക്കില്ല. ഒരു ദിവസം നിൽക്കാൻ വേണ്ടിയാ വന്ന്. അവിടെ അതെല്ലാം ഏൽപ്പിച്ചിട്ട് വന്നല്ലേ, അങ്ങനെ നിൽക്കാൻ പറ്റുമോ? ഏതായാലും മക്കളോടൊപ്പം ഒരു ദിവസം നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടാ എടിപിടിന്ന് ഞങ്ങൾ 2 പേര് വന്നു തന്നെ. അത് കേൾക്കി ആൺപടകളും പെൺപിള്ളേരും അവരെ സ്നേഹത്തോടെ പുണർന്നു. ഭക്ഷണം കഴിക്കാൻ അവർ നിർബന്ധിച്ചെങ്കിലും കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. എന്നാ അമ്മമാർ 2 ദോ റൂമിലേക്ക് കിടന്നോളൂ എന്ന് എബി പറഞ്ഞപ്പോഴേ പെൺപടകളുടെ ഉള്ളിലൂടെ വിറയൽ കടന്നുപോയി. യാത്ര ചെയ്തല്ലേ, ക്ഷീണമുണ്ട്, എന്ന് ഞങ്ങൾ കിടക്കുക, മക്കളും പോയി കിടന്നോളൂ എന്ന് കേൾക്കി 5 പേരും പരിങ്ങി നിന്നു. കൃഷ്ണ പെട്ടോ എന്ന് ശിവ ഉള്ളാകെ പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരെ നോക്കിയതും അവരുടെ അവസ്ഥ അത് തന്നെയായിരുന്നു. അപ്പോ എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാനങ്ങ് ചാച്ചുവാണ്, എല്ലാരും പോയി കിടന്നോളൂ, ഗോ ടു യുവർ ക്ലാസ്സസ്, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ കയ്യിലെ ബാക്കിയുള്ള നട്സ് കുറിച്ചുകൊണ്ട് അവന്മാരെ നോക്കിയത് അവരുടെ മുഖത്ത്. നീ തങ്കപ്പനടാ പൊന്നപ്പനാ പൊന്നപ്പൻ എന്ന ഡയലോഗ് തെളിമയോടെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എന്ത് എന്ന രീതിയിൽ കക്ഷത്തിൽ ഇഷ്ടിക വെച്ച കണക്ക് കയ്യും വീഴ്ത്തി അവൻ സ്റ്റെയർ കയറിപ്പോയി. ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്നറിയാതെ ഉമിനീരിറക്കി നിന്നവരുടെ അമ്മമാർ. മക്കളെന്താ നോക്കിക്കുന്നത്, പോയി കിടന്നോളൂ, ഞങ്ങൾക്ക് ഇനി ഒന്നും ആവശ്യമില്ല എന്നവർ പുഞ്ചിരിയോടെ പറഞ്ഞു. ആമ്പിള്ളേർ കിട്ടിയ അവസരം മുതലായിക്കൊണ്ട് അവരവരുടെ പാതികളുടെ അടുത്തായി വന്നിന്ന് ഒരു കയ്യാൽ അവരെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നാ അമ്മമാരെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ 5 പേര് അവരവരുടെ പാതികളെ തന്നിലേക്ക് അടക്കി പിടിച്ച് വിജയികളെ പോലെ സ്റ്റെയർ കയറിപ്പോയി. തിരിച്ചൊന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ പെൺപടകൾ അവർക്കൊപ്പം അവരവരുടെ റൂമിലേക്ക് പ്രവേശിച്ചു. ഇശുമായി ഹരി തന്റെ റൂമിലേക്ക് പ്രവേശിച്ചതെ തന്നെ ചേർത്ത് പിടിച്ച കൈ തട്ടി മാറ്റിയവൾ മുന്നോട്ട് നടന്നപ്പോഴേയും കയ്യിൽ പിടിവീണിരുന്നു. ഇശു, എന്നെ കയ്യിന്ന് വിട്ടേ, ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് തന്റെ കൈ വേർപ്പെടുത്തി ഇശു മുന്നോട്ട് പോയതും ഹരി അവൾക്ക് മുമ്പിലായി തടസ്സം തീർത്ത് നിന്നു. എത്ര നേരം നീ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് നടക്കൂ ഇശു? നിന്റെ ദേഷ്യം ന്യായാണെന്ന് എനിക്കറിയാം, തെറ്റുപറ്റിപ്പോയി, അറിയാതെ വായിൽ നിന്ന് വീണുപോയി, അതിന് എന്ന് പറഞ്ഞ് മുഴുമിക്ക് മുമ്പേ യേശു. ഓ, അറിയാതെയാണെന്നങ്ങ് പറഞ്ഞാൽ തീർന്നല്ലോ. ദേഷ്യം വരുമ്പോ നിങ്ങൾക്ക് വായി തോന്നി വിളിച്ചു പറയാം, അത് കഴിഞ്ഞൊരു സോറിയും കൊണ്ടുവന്ന് അതെല്ലാം തിരിച്ചെടുക്കണമെന്നാണോ എന്ന് അവളുടെ ചോദ്യത്തിൽ അവൻ മൗനമായി നിന്നു. എന്തേ ഉത്തരല്ലേ? കാണില്ല, ദേഷ്യം കൊണ്ട് ഓരോന്ന് പറഞ്ഞു പോകുമ്പോ ഓർക്കണമായിരുന്നു എന്ന് പറഞ്ഞ് അവനെ നോക്കി പൂച്ചിച്ച് മുഖം തിരിച്ചതും ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഹരി വിരലിനാൽ നെറ്റിത്തടത്തിൽ ഒഴിഞ്ഞുകൊണ്ടിരുന്നു. ഓക്കെ ഫൈൻ, പറഞ്ഞുപോയി, ഇനി അത് തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ, നീ തന്നെ പറ, ഇതിനൊരു പരിഹാരമായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാനും വരണ്ട, മിണ്ടാനും വരണ്ട, ഒരു കരികുമാർ വന്നേക്കുന്നു എന്ന് പറഞ്ഞ അവൾ തലയിണയും പുതപ്പെടുത്ത് നിലത്തിരിക്കുന്ന കണ്ട്. നീ എന്താ ഇഷ്യൂ ചെയ്യുന്നത്? ഇപ്പൊ എന്തിനാ നിലത്തിരിക്കുന്നത്? എന്തേ, ഞാൻ നിലത്തിരിച്ചാ വിരിയില്ലേ? കൂടുതൽ ചോദ്യങ്ങൾ വേണ്ട, ഞാൻ ഇതിനൊക്കെ കിടക്കാനിരിക്കുന്ന. വാട്ട്, കിടക്കാനുള്ളതോ? അതിനല്ലേ ഈ ബെഡുള്ളത്? അയ്യോ, ബെഡിലെന്ന് നമുക്ക് കിടക്കണ്ടായി, വെറുതെ എന്തിനാ ഈ ഉള്ള അട്ടയെ പിടിച്ച് നിങ്ങളുടെ ഈ മെത്തയെ പിടിച്ച് കിടത്തുന്നു? എനിക്ക് ഈ വിരിപ്പ് തന്നെ ധാരാളം എന്ന് പറഞ്ഞ് വിരിപ്പിലേക്കായി കിടന്നു. എന്റെ ദൈവമേ, ഏത് നേരത്താണ് എനിക്ക് ആ ചൊല്ലി എടുത്തിടാൻ തോന്നിയത്?
എന്ന് സ്വയം പറഞ്ഞ അവൾ കൈമുഷ്ടി ഉരുട്ടി നെറ്റിയിലടിച്ച് അവളിലേക്കായി നോട്ടമെയ്തു. കിടക്കുന്ന കിടപ്പുണ്ടിലെ മറുതയുടെ ഇനി ഇതിനെ എങ്ങനെയാണെന്ന് വരുതിൽ വരുത്തുന്നു ആലോചനയോടെ നിന്നു. ഇനിയും വെറുതെ വിട്ട ഒരു നടക്ക അടുക്കില്ലേ അവള്, വിളഞ്ഞ വിത്ത. ആത്മയടിച്ച് മറുത്തൊരു ചിന്തകളിലേക്ക് അടക്കാതെ അവൻ അടുത്ത നിമിഷം യേശുവിനോട് ചേർന്ന് നിലത്ത് വിരിപ്പിലേക്കായി കിടന്നു. മിഴികൾ അടച്ചു കിടന്ന യേശു തന്നിലേക്കായി ചേർന്ന് കിടന്ന ഹരിയുടെ സ്പർശനം അറിയവേ മിഴികൾ വലിച്ചു തുറന്ന് പിടഞ്ഞെടിയിച്ചു. താനെന്താ ഇവിടെ? മോൾ പോയി കിടക്കണോ? ഇത്ര വേഗോ? ഓക്കെ എന്ന് പറഞ്ഞ സ്പോട്ടിൽ അവൻ യേശുവിനെ നിലത്തേക്കായി ചായച്ച് അവൾക്ക് മുകളിലായി ഇരുവശത്തായി കൈകുത്തി അവളിൽ നിന്നും തെല്ല് ഉയർന്ന രീതിയിൽ സ്ഥാനം പിടിച്ചു. അവന്റെ പെട്ടെന്നുള്ള നീക്കത്തിൽ പകച്ചുപോയ യേശു, താനെന്താണ് ഈ ചെയ്യുന്നേ? നീയല്ലേ മുകളിൽ കിടക്കാൻ പറഞ്ഞ്? എന്റെ ദേവി, ഇതേ നോക്കി എന്റെ മുകളിലല്ല, ദോ ആ ബെഡിന് മുകളിൽ കിടക്കാനാ പറഞ്ഞു. എന്റെ മേലിന്ന് എണീറ്റ് പോ. ഇല്ലെങ്കിൽ എന്ത്? എണീറ്റ് പോയില്ലെങ്കിൽ എന്താന്നാ ചോദിച്ചത്? എന്റെ ഭാര്യ അവിടെ കിടക്കുന്നു, അവിടെയും ഞാനും കിടക്കും. സോ വന്ന് ബെഡി കിടക്ക്. ഞാനില്ല. വായിച്ചു, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കും. ഒന്ന് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് കൽപ്പിൽ തനിക്ക് ഇരുവശമായി നിർത്തിയ കൈ തട്ടി മാറ്റിയതും അതിൽ സപ്പോർട്ട് ചെയ്തെന്ന ഹരിയുടെ ബാലൻസ് സെറ്റ് ഇഷ്യുവിന് മുകളിലേക്കായി അമർന്നു. അവന്റെ ഉരുക്ക് ബോഡി വീണ് പോസ്റ്റ് കണക്കാണ് ഇഷ്യു കിടന്നതെങ്കിൽ ഹരി അവരുടെ ശരീരത്തിന്റെ മൃദുലതയിൽ സ്വയം മറന്നു നിന്നു. അവളിൽ നിന്നും പതിയെ ഉയർന്നുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി. മിഴികളടച്ച് ശ്വാസം അടക്കി പിടിച്ച് കിടന്നവൾ തന്നിൽ നിന്നും ഹരിയുടെ സാമീപ്യം അകന്നു പോകുന്നറിഞ്ഞ് പതിയെ മിഴികൾ തുറന്നു. തന്നെ കണ്ണിമ വെട്ടാ നോക്കി നിൽക്കുന്ന ഹരിയുടെ മുഖത്തെ ഭാഗത്തിൽ അറിയാതെ തന്നെ ഉമിനീരിറക്കിപ്പോയി. ദേവി എന്നുള്ള ആരെ വിളിച്ചതും അവന്റെ മിഴികൾ അവളുടെ മുഖമാകെ ഓടി നടന്നു. അവന്റെ മിഴികൾ മുഖത്തൊന്നും പതിയെ കഴുത്തിലായി പൊടിഞ്ഞ വിയർപ്പ് തുള്ളികളിലായി പതിഞ്ഞതും വിറച്ചു പോയ യേശു. എന്താ? വിറയിലോടെ ചോദിക്കവേ അവന്റെ മിഴികൾ പിടച്ചിലോടെ അവിടെ നിന്നും അവളുടെ മുഖത്തേക്ക് പതിഞ്ഞു. ഐ ആം സോറി യേശു, ഒരിക്കലും നിന്നെ വേദനിപ്പിക്കണമെന്ന് ഇത് ചെയ്തല്ല. എത്ര നാളത്തെ പരിശ്രമമാണെന്നറിയോ? ഒരു നിമിഷം നിങ്ങളെല്ലാം നശിപ്പിച്ചെന്ന് കരുതിയപ്പോൾ ക്ഷമ നശിച്ചുപോയ ഏതോ നിമിഷത്തിൽ പറഞ്ഞു പോയതാ. അത് കേൾക്കി അവളെന്തോ മറുപടി അറിയും മുമ്പേ അതിനെ തടഞ്ഞുകൊണ്ട്, അറിയാം, പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് ഞാൻ പറഞ്ഞു പോയത്. ഞാൻ പറഞ്ഞല്ലോ, അതിന് നീ നൽകുന്ന എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ശിക്ഷ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറയുകയല്ലാതെ എന്റെ മുകളിൽ നിന്ന് എണീറ്റ് മാറുന്നുണ്ടോ? അവൾ കലിപ്പിൽ ചോദിച്ചു. ശരി, ഏതായാലും എനിക്ക് നീ ശിക്ഷ നൽകുന്നുണ്ട്. അതുകൊണ്ട് ശിക്ഷ വിധിക്കുമ്പോ ഇതിനും കൂടെ ചേർത്ത് നീ അങ്ങ് വിധിച്ചേക്ക്. അവന്റെ വാക്കുകൾക്ക് ഇനി എന്ത് കോക്കനായിട്ടാണ് പറഞ്ഞു വരുന്നെന്ന് കരുതി മിഴിച്ചു നോക്കിയപ്പോഴേക്കും അവന്റെ അത്തരം അവളുടെ വിയർപ്പ് ഒടിഞ്ഞ കഴുത്തിലെ അമർത്തിമുത്തി അകന്നു മാറി എണീറ്റിരുന്നു. പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ എന്ത് നടന്നു എന്ന് ആലോചിച്ചടുത്തവൾ അവനെ മിഴിച്ചു നോക്കിയപ്പോഴേക്കും കള്ളം ചെയ്ത കുട്ടിയെ കണക്കാവും സീലിംഗിന്റെ ഭംഗി നോക്കിക്കൊണ്ടിരുന്നു. എല്ലാം ചെയ്തു വെച്ച് ഒന്നും അറിയാതിരിക്കുന്നവന്റെ ഭാവം കാണെ അവൾ പല്ലടിച്ചു നോക്കി. ഡോ, ആരോട് ചോദിച്ചിട്ടാണോ എന്നെ ഉമ്മ വെച്ച്? കലിപ്പിനെണീറ്റിരുന്ന അവന്റെ കോളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ കുത്തിപ്പിടിച്ച തന്റെ ഷർട്ടോട് കൂടി അവളുടെ കൈകൾ അവന്റെ കയ്യിൽ പൊതിഞ്ഞു പിടിച്ച് മിഴിച്ചിമ്മാതെ നോക്കി പതിഞ്ഞ സ്വരത്തിൽ, എനിക്ക് കൊതിയായിട്ട്. നിന്നിൽ പൊഴിയുന്ന ഓരോ വിയർപ്പ് തുള്ളികളെയും അത്രമേൽ കൊതിയായിട്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്ത്. അവനങ്ങനെ വെട്ടി തുറന്ന് പറയുമെന്ന് കരുതായിരുന്ന യേശു പിന്നീട് എന്ത് ചോദിക്കണമെന്നറിയാതെ തറഞ്ഞെന്നു. പതിയെ അവൻ മുറുക്കി പിടിച്ച അവന്റെ കൈകൾക്കുള്ളിൽ നിന്ന് തന്റെ കൈകളെ പണിപ്പെട്ട് വലിച്ചെടുത്ത് അവിടുന്ന് എണീക്കാൻ തുടങ്ങും മുമ്പേ അവന്റെ കൈ അവളുടെ കൈത്തണ്ടയിലായി വീണ്ടും പിടിച്ചിരുത്തിയിരുന്നു. ശിക്ഷ പറഞ്ഞില്ല? കള്ളച്ചിരിയോടെ ചോദിക്കുന്നവനെ കാണെ മനസ്സിൽ പല്ലുകടിച്ചു. നിനക്ക് ശിക്ഷയല്ലേ വേണ്ട, ഇപ്പൊ തരാം എന്ന ആത്മയോടെ. ഞാൻ എന്ത് ശിക്ഷ എന്നാലും അത് സ്വീകരിക്കാൻ തയ്യാറാണല്ലോ. ഓഫ് കോഴ്സ്. ഈ ഓഫ് കോഴ്സ് ശിക്ഷ പറയുമ്പോൾ കാണണം. അവന് നോക്കി മനസ്സിൽ പറഞ്ഞവൾ ജോസ് പ്രകാശിന്റെ ചിരിയും നൽകി. ഓക്കെ, എന്നാ ശിക്ഷ ഇതാണ്. നിങ്ങളിങ്ങോട്ട് ഒരു പോകാനൊരു പ്ലാനറ്റിലായിരുന്നു, വീഗാലാൻഡോ മറ്റോ? നോ, ഇറ്റ്സ് സ്വിറ്റ്സർലാൻഡ്. ആ, എന്തായാലും ലാൻഡ് അല്ലേ. ശിക്ഷ എന്താണെന്ന് പറയാം ലോ. ആ പറയുന്ന സ്ഥലത്തോട്ട് ഇയാൾ തനിച്ചങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞവാളെ നിലത്ത് നനീറ്റ് പുതപ്പും കയ്യിലെടുത്ത് നേരെ കട്ടിലേക്ക് കിടന്ന് തലവഴി പുതപ്പ് മൂടി. അവളുടെ വാക്ക് കേട്ട് വായും തുറന്നിരുന്ന ഹരി ബോധം വന്ന കണക്ക്, ഇഷു, ദിസ് ഇസ് നോട്ട് ഫെയർ. ഒറ്റയ്ക്ക് പോയത് സോളോ ട്രിപ്പ് അല്ല, ഹണിമൂൺ ട്രിപ്പാ. എന്നീകൾക്ക് പുതപ്പ് മൂടി യേശു ആ തലയിൽ നിന്ന് എടുത്തു മാറ്റി എണീറ്റിരുന്നുകൊണ്ട്, ഞാനൊന്നും പറയുന്നില്ല, ഓരോന്ന് വിളിച്ചു പറഞ്ഞു. ഇനിയിപ്പോ ഇതും ആഘോഷിക്കാത്ത കേടേയുള്ളൂ. ആണുങ്ങളായ വാക്ക് പാലിക്കണം. ശിക്ഷ ഏറ്റെടുക്കുന്നു പറഞ്ഞിട്ട് ഒരു മോഡന്ന് ഞാൻ കൊണ്ട് വന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും പുതപ്പെടുത്ത് തലവഴി മൂടി കിടന്നു. പുല്ല്, ഏത് നേരത്താണോ എന്തോ എന്റെ തന്നെ ഐഡിയ ആയി പോയി ശിക്ഷ. പല്ലുകടിച്ചവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് കഥ കുറുന്ന ബാൽക്കണിയിലേക്ക് ഇറങ്ങി. അവൻ പോയെന്ന് മനസ്സിലായതും അവൾ മെല്ലെ പുതപ്പെടുത്ത് മാറ്റി തലയെത്തി നോക്കിക്കൊണ്ട് നെഞ്ചിൽ കൈവച്ച ആശ്വാസത്തോടെ, രക്ഷപ്പെട്ടു, ഇനി ഹണിമൂണിന്റെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങേര് അടുത്തു വന്നാൽ തന്നെ മനുഷ്യനാക്കി കിടന്ന് വിറക്കുക. അവിടുന്ന് എഴുന്നള്ളതിന് മുമ്പ് ഉറക്കം പിടിക്കാം എന്ന ആത്മയോടെ അവൾ തിരികെ ബെഡിലേക്ക് കിടന്നു. ലീവുമായി അകത്തേക്ക് കയറി ഷാൻ കഥകടച്ച് ലോക്ക് ചെയ്തു. എന്നാൽ ലീവിനാവട്ടെ അവൻ ചേർത്ത് പിടിച്ചപ്പോൾ മുതലുള്ള വിറയിലാണ്. അവന്റെ കൈ തന്നിൽ നിന്നും തെല്ലയഞ്ഞതും അവനിൽ നിന്ന് പിടഞ്ഞു മാറി. ലിയു എന്ന വിളികൾക്ക് ഇനി എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമോ ചെയ്തു തുടങ്ങുമോ എന്ന കണക്കൂട്ടലിൽ അവൾ അവന് നേരെ
തുടരും.